ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാ നോമ്പ് കഴിയാനായി തുടങ്ങി, ഈദിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈദിനെല്ലാവരും ബിരിയാണി, മന്തി ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കൽ എന്തായാലും നിർബന്ധമായിരിക്കും. അപ്പൊ ഞാനിവിടെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 500 ml പാലായിട്ടാണ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ 10 ഗ്രാമിന് എടുത്താൽ മതി. ഞാൻ നല്ല ക്രീമി പോലത്തെ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇപ്പൊ പുഡിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പാല് ചൂടായി വന്നപ്പോൾ മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ആണ്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, പക്ഷെ എടുത്തു വെക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ കുറച്ചൊരു കട്ട പിടിച്ചിട്ടുണ്ട്. ഒരു 4 തവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലിൽ നിന്ന് എടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മധുരം നോക്കിയതിന് ശേഷം കുറവുള്ളതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ആണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കട്ടയില്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതാ ചൈന ഗ്രാസ് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചൂടാക്കിയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 2 സ്ലൈസ് ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കുക. സൈഡൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ, അത് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബട്ടറും ബ്രെഡും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഇതിങ്ങനെ വെക്കരുത്. ഒന്നും ആവി പോയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഡിലേ ആവും തോറും ഈ പുഡിംഗ് അങ്ങ് സെറ്റ് ആയിട്ട് പോകും. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പീനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക, കടല വറുത്തത്. ഇത് കൂടെ ചേർക്കുമ്പോൾ പുഡിങ്ങിന് നല്ല ക്രീമി പോലെ ഇരിക്കും. ഒരുപാട് അങ്ങ് കടല അരയണമെന്നൊന്നുമില്ല, കുറച്ച് അരയാതെ കിടന്നാലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഇതാ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീതെ കുറച്ച് പീനട്ട് കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതാ നമ്മുടെ ക്രീമി ആയിട്ടുള്ള പീനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചു നേരം മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് സെറ്റ് ആയിട്ട് കിട്ടും കസ്റ്റാർഡ് പൗഡർ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള പുഡിംഗ് എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.